സിസ്റ്റം ഓൺ ആക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല എന്ന് പറയുമ്പോൾ അവരെ എനർജി അവിടെ തീർന്ന് പിന്നെ ആ ഒരു സാധനം ബിൽഡ് ചെയ്തെടുക്കാൻ പിന്നെ അവർ ശ്രമിക്കൂല, അവരെന്താവില്ല, മുന്നോട്ട് വരൂല. നമുക്ക് ഉറപ്പാ ഈ കുട്ടികളൊക്കെ ജോബ് കിട്ടണമെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ സ്കിൽ നിർബന്ധം. അവർക്ക് ടാലി, ബേസിക് ടാലി ആണെങ്കിലും എക്സൽ ആണെങ്കിലും SAP ആണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ സെന്ററിലും 200-250 സിസ്റ്റം ലാബ്, കാരണം ഒരു CA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തില്ല, ലാബ് ഉണ്ടാവില്ല. ഒരുപാട് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഉള്ള സാധനത്തിൽ എല്ലാം നമുക്ക് പോയി കൈവെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഇതിലൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കിയെടുക്കാം, അതിൽ നമുക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കാം, ഒരു പേര് ഉണ്ടാക്കിയെടുക്കാം, ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാം, ഇൻഡസ്ട്രിയിൽ ഒരു റിലവൻസ് ഉണ്ടാക്കിയെടുക്കാം. ക്വാളിഫൈഡ് ചെയ്ത പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടില്ല. ആ സൂപ്പർ പവർ വരണമെങ്കിൽ കുറേ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവണം. അതൊക്കെ ഒന്നൊരു ക്ലയൻസിനൊക്കെ പോകുമ്പോൾ ക്ലാരിറ്റി ക്ലയൻസിന് കൊടുക്കാൻ പറ്റും. ബിഗ് സിറ്റീസിലാണ് നല്ല എക്സ്പോഷേഴ്സ് ഉണ്ടാവാം, നമ്മുടെ നാട്ടിൽ എക്സ്പോഷേഴ്സ് കുറവാണ്, അല്ലെങ്കിൽ നല്ല ബിഗ് ഫേംസിലാണ് എന്തുണ്ടാവാം, വലിയ എക്സ്പോഷേഴ്സ് കിട്ടാം. നമ്മൾ ചെറിയ ഫേംസിൽ വന്നാൽ എക്സ്പോഷേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് പഠിക്കുന്ന 10,000-ന് മേലെ സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾ ഓരോ കോഴ്സസിനും ഫാക്കൽറ്റീസിന് പുറമെ ഒരു മെൻറ്റർ വെക്കും. ഒരു ChatGPT ഔട്ട്പുട്ട് തന്നൊരു മെയിലിൻ്റെ റിപ്ലൈ സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ തന്നു കഴിഞ്ഞാൽ പോലും അത് വാലിഡേറ്റ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് നമുക്ക് വേണം. തീർച്ചയായും ഫോളോ ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തീരുന്നില്ല. കാരണം അത്രത്തോളം എന്തുണ്ട്, അത്രത്തോളം കാര്യങ്ങൾ ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലും നമ്മുടെ രാജ്യത്തും പുറത്തും വിദേശത്തൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം കിട്ടുന്നില്ല. നമ്മുടെ പല സ്റ്റുഡൻസും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ പല സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള എല്ലാ പ്രൊഫഷണൽ സ്റ്റുഡൻസും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സെമി ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾഷിപ്പ് ഏത് ഫേമിൽ ചെയ്യണം, അല്ലെങ്കിൽ അതൊരു ബിഗ് സിറ്റിയിൽ ചെയ്യണോ, അല്ലെങ്കിൽ ചെറിയ ടൗണിൽ ചെയ്യണോ, അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി എങ്ങനെയാണ്, എംപ്ലോയബിലിറ്റിയിലേക്ക് പോകണോ, പ്രാക്ടീസിലേക്ക് പോകണോ, അങ്ങനത്തെ കുറേ ഡൗട്ട്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യവും സെമി ക്വാളിഫൈഡായി, ഫൈനൽ ക്വാളിഫൈഡായി, അതേപോലെ തന്നെ എന്ത് ചെയ്തു, എംപ്ലോയബിലിറ്റിയിലേക്ക് പോയി, പിന്നെ പ്രാക്ടീസ് ചെയ്തു, ഇപ്പോൾ IPO, ലിറ്റിഗേഷൻസ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെർച്വൽ CFO ആയിട്ട് പല കമ്പനിയുടെയും വെർച്വൽ CFO ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ വ്യക്തി ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ആളെന്ന് പറയുന്നത് CA അജ്മൽ മുഹാജിർ സാറാണ്. സാർ വെൽക്കം. സാർ, നമ്മളെ മെയിൻ ഡിസ്കഷൻ എത്തുന്നതിന് മുന്നേ എനിക്ക് സാറിൻ്റെ ജേർണി ഒന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചാൽ സാറ് ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന കോഴ്സ് വരുന്ന സമയത്ത് CA ഒന്നും എന്തല്ല അത്ര ഫെമിലർ അല്ല. എന്ന് വെച്ചാൽ ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ചാർട്ടേഡ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ CMA കുറിച്ചിട്ടോ എന്ത് ചെയ്യുന്നില്ല, വലിയ ധാരണയില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് MBA ആയിരിക്കും കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവുക, പോപ്പുലറായിട്ടുണ്ടാവുക. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഈ ഒരു കോഴ്സ് എന്തിന് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതെന്തായിരുന്നു? ഒരു 15 വർഷം മുമ്പ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് CA എന്ന് പറഞ്ഞൊന്നും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടും പുറത്തൊന്നും അത്രയും ഫെമിലിയർ അല്ല. നമ്മളിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞാൽ എന്ത് എന്നുള്ള അടുത്ത ചോദ്യത്തിന് അന്നൊരു ബൂം ഉണ്ടായിരുന്നത് MBA ആയിരുന്നു. എല്ലാവരും ബാംഗ്ലൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല MBA മാനേജ്മെൻറ്റ് സ്കൂളുകൾ നോക്കിയിട്ട് പോകാമെന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ CAയിൽ വന്ന് പെട്ടെന്ന് ചോദിച്ചാൽ, അന്ന് നമ്മളൊരു +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേൾക്കുന്നതന്നെ. എന്താണ് CA കോഴ്സ് എന്നതിനെപ്പറ്റി കേൾക്കുന്നത്. അതും നമ്മൾ സ്കൂളിൽ എന്തോ ഒരു ഓറിയൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തോ ഒരു സാഹചര്യത്തിൽ നമ്മളത് കേൾക്കുന്നത്. പിന്നീട് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജിലെത്തിയ സമയത്താണ് MBAക്ക് പോകാം എന്നായിരുന്നു അന്ന് മറ്റ് നമ്മുടെ ഫ്രണ്ട്സിലുള്ളതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, MBA ചെയ്യാം. കാരണം നമുക്ക് വലിയ ധാരണയൊന്നുമില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും. പിന്നെ MBA എവിടെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത തുടങ്ങി, എങ്ങനെ MBA ചെയ്യണം എന്നുള്ളത്. പിന്നെ ആ ചിന്ത നമ്മളിങ്ങനെ മനസ്സിലാവും. ആ ഒരു പ്രായത്തിൽ എങ്ങനെ ചെയ്യണം, MBA ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക, പുറത്ത് പോകണം. അന്നും ഇപ്പോഴുള്ളതുപോലെ തന്നെ അന്ന് കുറച്ചുകൂടി അധികമായിരുന്നു അബ്രോഡ് പോകാനുള്ള ട്രെൻഡ്. യങ്സ്റ്റേഴ്സ് നല്ലതായിട്ട് അബ്രോഡ് പോകുന്ന ട്രെൻഡ് ഉണ്ടായിരുന്ന സമയമാണ്. ഒരു MBA കഴിഞ്ഞ് വേഗം പുറത്തേക്ക് പോകും, ആ രീതിയിലൊക്കെ ഉള്ളായിരുന്നു തോട്ടുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ അന്ന് കോഴ്സിനെ പറ്റി കൂടുതൽ ആലോചിക്കുന്നതും CAനെ പറ്റി അറിയുന്നതും. ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയത് ഇപ്പോഴാണ് ശരിക്കും CAയിൽ എത്തിപ്പെട്ടത്. അല്ലാതെ CAയുടെ അന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാമറോ പ്രൊഫഷൻ്റെ അതൊന്നും കണ്ടിട്ടല്ല അന്ന് CAയിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ MBA എടുക്കുമ്പോൾ ഇത്ര കോസ്റ്റ് വരും, CA പഠിക്കാൻ അന്ന് വളരെ ചെറിയ കോസ്റ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ CA കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് അന്ന് 15 വർഷം മുന്നേ ഒരു 50,000 ഒക്കെ കോസ്റ്റ് അന്ന് വന്നിട്ടുണ്ടാവുള്ളൂ, ഇൻ്ററും ഫൈനലെല്ലാം അടക്കം. പക്ഷെ അന്നൊരു ആ സമയത്ത് ഒരു MBA ചെയ്യണമെങ്കിൽ മിനിമം ഒരു 2 lakh above 2 വർഷത്തേക്ക് കോസ്റ്റും വരും. അപ്പോൾ ഒരു കോസ്റ്റ് എഫക്റ്റും എംപ്ലോയബിലിറ്റിയൊക്കെ നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു ടഫാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലാണ് CAയിൽ എത്തിപ്പെടുന്നത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ.
സർ അന്ന് സാർ CA തിരഞ്ഞെടുക്കുന്നു. ആ സമയത്ത് സാർ വിചാരിച്ചിട്ടുണ്ടോ ഒരു CA ക്വാളിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ഒപ്പ് ഒരു പഴയ ഒപ്പല്ല, ലക്ഷങ്ങൾ വിലയുള്ള ഒപ്പാവും എന്നുള്ള ആ ഒപ്പിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അന്ന് സാർ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അന്ന് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അന്ന് നമ്മൾ സി എ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അറിയാലോ, ഇത് ഇന്നുണ്ടായിരുന്നേക്കാട്ടിലും വളരെ ടഫായിരുന്നു ആ സമയത്ത്. ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പഠിക്കാൻ, ഒരുപാട് പിന്നെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അന്ന് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കുറവാണ്, ട്രെയിനിങ് കുറവാണ്, ട്യൂഷൻസ് കുറവാണ്. മാത്രമല്ല അന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും കുറവാണ്, പാസ് പെർസെൻറ്റേജും കുറവാണ്. അപ്പോൾ നമുക്ക് പൊതുവെയുള്ളൊരു ധാരണ പാസ്സാവില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ ഇൻ്റർ കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ കഴിഞ്ഞാൽ ഒരു നല്ല ജോലി കിട്ടും, നമുക്കൊരു PG ഒക്കെ ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടും. ഇൻ്ററും അതുപോലെ ആർട്ടിഫിഷ്യൽ കഴിഞ്ഞാൽ എന്നുള്ളൊരു ചിന്തയിലാണ് ആർട്ടിഫിഷ്യൽ ജോയിൻ ആക്കുന്നത് ഇൻ്റർ കഴിഞ്ഞ ഉടനെ. അപ്പോഴും ഈ പ്രൊഫഷനെ പറ്റി ഇങ്ങനെ നമ്മൾക്ക് ധാരണ ആയി വരുന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഇന്നത്തെ അത്രത്തോളം ഒരു എക്സ്പോഷർ ഒരു 15 വർഷം മുന്നേ ഇല്ല. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാപ്റ്റർ തന്നെ പഠിച്ചത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇപ്പോൾ കാണുന്ന പോലെ അത്രത്തോളം എക്സ്പോഷർ അന്നില്ല. അപ്പം അന്നുണ്ടായിരുന്നൊരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് കൂടുതൽ നമുക്ക് ഭയമായിരുന്നു. ഇന്നത്തെ അത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കോഴ്സിലേക്ക് വന്ന അതിൻ്റെ ഒരു ഒപ്പിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നത്. അല്ല നമ്മൾ പഠിക്കുമ്പോഴേ പ്രാക്ടീസ് ചെയ്യണം, എംപ്ലോയ്മെൻറ്റ് പോകണം എന്നുള്ള ആഗ്രഹത്തിലല്ല തുടങ്ങിയത്. കാരണം അന്ന് നമുക്കത് പറഞ്ഞ ആരും ഉണ്ടായിരുന്നില്ല. ആ ജേർണി സ്റ്റാർട്ട് ചെയ്യപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം വരുന്നത്. അപ്പോഴാണ് ഒപ്പിൻ്റെ വില ആ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു പ്രാക്ടീസിൻ്റെ ഒരു ചിന്ത നമുക്ക് അന്ന് വരുന്നത്. അപ്പോഴും ഭയമുണ്ടായിരുന്നു, ഇത് പാസ്സാവോ ഇല്ലേ. ഇന്നത്തെ പോലെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം നമുക്കൊരു കോൺഫിഡൻസ് തരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയല്ല. സംഭവം 15 വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അന്ന് കുറച്ചും കൂടെ ഇന്ന് കാണുന്ന അത്രത്തോളം അന്നൊരു ഈ പ്രൊഫഷൻ അത്രത്തോളം ഫെമിലിയർ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഭയങ്കര തരംഗമായിരുന്നു. അപ്പോൾ ഞാനും CA ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ CA എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇൻസിഡൻറ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഞാൻ പറയുകയാണ് ഞാൻ CA പഠിക്കുന്നത് പറയുമ്പോൾ, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ പറയുകയാണ് ഓനും CA ക്കാണ്, BCom CA ആണ് പഠിക്കുന്നത്, ഓൻ പഠിക്കുന്നത് BCom CA ആണ്. അപ്പോൾ ആ ഒരു ജേർണിയിൽ അല്ലെങ്കിൽ കോഴ്സസ് ആർക്കും അറിയില്ല. കാരണം ഇപ്പോൾ ഒരു 5-6 ഇയേഴ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ കോഴ്സസ് എല്ലാവരിലേക്കും എന്ത് ചെയ്യുന്നത് എത്താൻ തുടങ്ങിയത്. അപ്പോൾ അതേപോലെ തന്നെ സാർ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സർ CA ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡിഗ്രി ഓൾമോസ്റ്റ് നമ്മൾ 3 to 4 ഇയേഴ്സോളം നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ സാർ ആ ഡിഗ്രി കഴിഞ്ഞിട്ട് CA ജേർണി കംപ്ലീറ്റ് ആയി വീണ്ടും എന്ത് ചെയ്യും, ഒരു 4 ഇയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിഗ്രീൻ്റെ ഒരു ഇളവ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ 6 മാസത്തെ ഒരു ഫൗണ്ടേഷൻ പാസ്സായാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരിട്ട് ഇൻ്റർമീഡിയറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സാർ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റിലേക്ക് വന്ന സമയത്ത് സാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ +2 കഴിഞ്ഞിട്ട് നേരെ പോയാൽ മതി എന്നുള്ളത്? ആ സമയത്ത് CA നെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയിട്ടുണ്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ CA വേണോ വേണ്ടെന്നുള്ളൊരു CA നെ പറ്റി കൂടുതൽ അറിയുന്നത്. ചെറിയൊരു നോളജ് നമ്മൾ +2 പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നത് ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആവുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഒരു അറിയാലോ ടഫ്നെസ് അറിഞ്ഞ സമയത്ത് ഡിഗ്രി കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആ സമയത്ത് എത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ CPT എൻട്രൻസ് എഴുതിയിട്ട് തന്നെ ചെയ്യാം. അപ്പം നമുക്കറിയാലോ ഈ കോഴ്സ് എന്താണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു സിലബസും കാര്യങ്ങളും അതിന് നമ്മൾ കോമ്പിറ്റൻ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ വെറുതെ പോയി എൻ്റർ ചെയ്യണ്ട, CPT എഴുതിയിട്ട് തന്നെ ചെയ്യാമെന്നുള്ള ധാരണയിൽ CPT എഴുതിയിട്ട് തന്നെയാണ് ഇന്റർമീഡിയറ്റിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ +2 കഴിഞ്ഞിട്ട് നേരിട്ട് പോകുന്നതായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു CA ലക്ഷ്യം അല്ലെ CMA ലക്ഷ്യം വെക്കുന്ന കുട്ടിക്ക് ആ ഒരു ഗ്യാപ്പ്. ഇപ്പോൾ ഞാനൊക്കെ +2 കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ജേർണിയിലേക്ക് പോകുന്നത്. അപ്പോൾ സാർ നമ്മുടെ ഒരു ലൈഫിൽ ഇപ്പോൾ ആസ് എ എഡ്യൂക്കേഷൻ നമ്മുടെ ലൈഫിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആവുന്ന സിറ്റുവേഷനിൽ ഏറ്റവും പ്രധാനം ഉള്ളൊരു ആളെന്ന് പറഞ്ഞാൽ നമ്മൾ മെൻറ്ററാണ്. കറക്റ്റ്. ആ മെൻറ്ററിനെ ഡിസൈഡ് ചെയ്യുക നമ്മൾ എന്ത് ഇതാവണം എന്നുള്ളത്. കാരണം അത്ര ഒരു എക്സാം ഫെയിൽ ആകുമ്പോൾ നമ്മൾ അത്രയും എന്ത് ചെയ്യും, ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാണ്ടായി പോകും. അപ്പോൾ നമ്മൾ മീൻസ് ഒരു മെൻറ്റർ പറയണം എന്നെ കൊണ്ടൊന്നും പറ്റിയില്ലെങ്കിൽ നിർത്തിപ്പോയിക്കൊന്നും നമ്മൾ അന്നേരം നിർത്തിപ്പോകും. അപ്പോൾ ഒരു മെൻറ്റർ ആയിരിക്കും ഒരു ക്വാളിഫൈഡ് ചെയ്ത ഒരാളെ ബാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരാളുണ്ടാവും, ഒരു മെൻറ്റർ ഉണ്ടാവും. പാരൻസും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ് ഉണ്ടാവും, എന്തായാലും നമ്മൾ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു മെൻറ്റർ സപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ സാറിൻ്റെ ലൈഫിൽ ഒരു മെൻറ്റർ അങ്ങനെ പറയുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കറക്റ്റ്. തീർച്ചയായിട്ടും മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പ്രൊഫഷൻ മാത്രമല്ല ഏത് പ്രൊഫഷൻ എന്ത് കാര്യം നോക്കുകയാണെങ്കിലും നല്ല മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ലേണിംഗ് കർവ് ഉണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ലേണിംഗ് കർവ് ഉണ്ട്. അപ്പം ഒരു നല്ലൊരു മെൻറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ
ലേണിംഗ് കർവ് നമുക്ക് ഷോർട്ടൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു 3-4 ഇയേഴ്സിലൊക്കെ നമ്മൾ സ്വയം പഠിച്ച് കണ്ടെത്തി മിസ്റ്റേക്ക് വരുത്തി ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ എളുപ്പമായിരിക്കും നമുക്കൊരു റൈറ്റ് മെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ ഈ CA പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള മെൻറ്റേഴ്സ് ആവശ്യമുണ്ട്. നമുക്ക് പഠിക്കുന്ന സമയത്ത് നല്ല ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഗൈഡ് ചെയ്യാനും എക്സാം ആണെങ്കിലും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഫെയിലിയർ ഫെയിലിയർ ടേസ്റ്റ് ചെയ്യാതെ വരുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഈ പ്രൊഫഷൻ്റെ പ്രത്യേകത. ഞാനും ഫൈനലിലൊക്കെ ഞാൻ ഫെയിലിയർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സാധനം സാറേ, ഇപ്പോഴത്തെ ഒരു ലൈഫിൽ +2 വരെ വൺ വിജയം നേടിയ പക്ഷെ അവര് ഫസ്റ്റ് ഫെയിൽ ആകുന്നത് കാരണം ഞാൻ നമ്മളെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മെന്റേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റി ആണെങ്കിലും ആദ്യം അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഇതുവരെ വിജയത്തിന്റെ മധുരം അറിഞ്ഞിട്ടുള്ളൂ, തോൽവിയുടെ മധുരം എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾ അറിഞ്ഞിട്ട്. അത് നിങ്ങൾ എന്തായാലും അറിയും. കാരണം വൺസ് എന്തായാലും എന്ത് ചെയ്യും, ആൾ ഫെയിൽ ആവും ഈ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുമ്പോൾ. സാർ കണ്ടു ഞാൻ അതെ ആ ഫെയിലിയറിലേക്കാണ് വരുന്നത്. ഞാനും ആ ഫെയിലിയർ അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ ക്വാളിഫൈ ആവുന്നതിന് ക്വാളിഫൈ ആവുന്നത്. അപ്പം എല്ലാ സാഹചര്യത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇൻസ്പയർഡ് ആവും കുറേയൊക്കെ. നമ്മളെ മെൻറ്റേഴ്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അവർ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തുകൊള്ളണമെന്നോ അല്ലെങ്കിൽ നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മളൊരു വലിയൊരു എന്താ പറയുക ഡിസാസ്റ്ററിലേക്ക് പോകുന്നത് അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർ അത്രയും ഒരു സീസൺഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസിങ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ലേൺ ചെയ്തിട്ടുണ്ടാവും. അവരുടെ മിസ്റ്റേക്സ് കുറേ ലേൺ ചെയ്തിട്ടുണ്ടാവും. നല്ലൊരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ജേർണി കണ്ടിട്ടുണ്ടാവും. പല രീതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് അവർ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന മെൻറ്ററുടെ ഒരു എക്സ്പീരിയൻസും അവരുടെ ഒരു സ്കില്ലും നോളജും എല്ലാം എന്ത് ചെയ്യും, നമുക്ക് കോമ്പൗണ്ട് ചെയ്യും. നമുക്ക് അവർ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്താൽ പോലും എന്താവും, നമുക്ക് നമ്മുടെ ജേർണിയിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് പഠിക്കുന്ന 10,000-ന് മേലെ സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾ ഓരോ കോഴ്സസിനും ഫാക്കൽറ്റീസിന് പുറമെ ഒരു മെൻറ്റർ വെക്കും. കാരണം അവർക്ക് രാവിലെയും വൈകിട്ടും അവരെ കാര്യങ്ങൾ ഈ മെൻറ്ററിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊക്കെ ഈ ഫൈനൽ ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ് ആയിരിക്കും ഉണ്ടാവുക, മെൻറ്ററായിട്ട് അവിടെ ഉണ്ടാവുക. നിങ്ങൾ CA ക്വാളിഫൈഡ് അല്ലെങ്കിൽ CMA ക്വാളിഫൈഡ് ആൾക്കാരനായിരിക്കും മെൻറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുക, വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോ കുട്ടിൻ്റെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എടാ നീ ഇങ്ങനെ പഠിച്ചാലേ നീ എന്ത് ചെയ്യുള്ളൂ, ഇത് കരകയറുള്ളൂ, നീ ഇതന്നെ നീ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക ഈ രീതിയിൽ തന്നെ നീ പഠിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പഠിക്കാനും അവരെ എക്സാംസ് നീ കൃത്യമായിട്ട് എക്സാംസ് എഴുതണം. എന്നാൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യുള്ളൂ, ഫൈനൽ എക്സാംസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിനക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മെൻറ്ററിന്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രൊഫഷണൽ. എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 10 അറ്റംപ്റ്റ് ആണ് ഒരു ഫൈനൽ ക്വാളിഫൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ 10 അറ്റംപ്റ്റ് നിങ്ങൾ എക്സാമിൽ ഹാളിൽ അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ എടുക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരണം. ഒരു 10 അറ്റംപ്റ്റ് എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫെയിലിയർ അനുഭവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ 11th നിങ്ങൾ സക്സസ് ആവുമെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് അറ്റംപ്റ്റഡ് 10th ഫെയിലിയേഴ്സ് ഇൻ യുവർ ഹോം. 10 അറ്റംപ്റ്റും എഴുതി ഫെയിലായിട്ട് സക്സസ് ഉണ്ടെന്ന് എൻഷുവർ ചെയ്ത് സമയം എടുക്കണം. നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും. ആ ഫെയിലിയർ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മൾ എക്സാമിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും. ഹാളിൽ പോയിട്ട് ഫെയിലിയർ ആവാതിരിക്കാൻ ശ്രമിക്കുക. ആ ഫെയിലിയേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് മോക്ക് ടെസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും. പ്രീവിയസ് ഒരു 5 വർഷം എടുത്താൽ തന്നെ ഇപ്പം 2 എക്സാംസ് വെച്ചാലും 10 എക്സാംസ് ഉണ്ടാവും. ആ 10 എക്സാംസ് റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സും ഈ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അറ്റൻഡ് ചെയ്താൽ തന്നെ 10 അറ്റംപ്റ്റ് ആയി. ആ 10 അറ്റംപ്റ്റ് നിങ്ങൾ ഫെയിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ 11th അറ്റംപ്റ്റ് നിങ്ങൾ എന്താണോ ഡെഫിനറ്റ്ലി പാസ് ആവണം. അടിപൊളി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും. സാർ അപ്പോൾ നമ്മൾ മെൻറ്റേഴ്സ് വന്നു, നമ്മൾ ഇൻ്റർമീഡിയറ്റ് എന്ത് ചെയ്യുന്നു, സാർ ക്വാളിഫൈഡ് ആവുന്നു. ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈഡ് ചെയ്താൽ കുട്ടികൾ സ്റ്റക്ക്. സത്യം പറഞ്ഞാൽ കുട്ടികൾ സ്റ്റക്കാണ്. ആർട്ടിക്കൽഷിപ്പ് അടുത്തൊരു പോയിന്റ് വന്നാൽ ആർട്ടിക്കൽഷിപ്പ്. അപ്പോൾ ഈ സ്റ്റുഡൻസിന് കാരണം നമ്മൾ ഏത് ഫാക്കൽറ്റീസ് ആണെങ്കിലും മെൻറ്റർ ആണെങ്കിലും നിങ്ങൾ പാസ് അതാണല്ലോ ഇൻറ്റൻഷൻ. ആ പാസ്സായി കയറിയാൽ പിന്നെ ഫുൾ സന്തോഷങ്ങളും അനുമോദനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ കാര്യങ്ങളുണ്ടാവുക. പക്ഷേ ഈ ആർട്ടിക്കൽഷിപ്പ് എന്ന് പറയുന്ന കാര്യം അന്നേരം ബോധയുടെയല്ല. അപ്പോൾ സ്റ്റുഡൻസ് ക്വാളിഫൈഡ് ചെയ്തു, ഇനി ഒരു 1 മന്തോളം സെലിബ്രേഷൻ എന്ത് ചെയ്യും ഓൻ്റെ മൈൻഡിലുണ്ടാവും. ഏകദേശം ഒരു 1 മന്ത് കഴിഞ്ഞാലാണ് ഓൻ ആർട്ടിക്കൽഷിപ്പിനെ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്യുക. അപ്പോൾ ഈ ആർട്ടിക്കൽഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ കരിയർ ഡിസൈൻ ചെയ്യുന്ന സാധനമാണ്. 100%
ഡെഫിനറ്റ്ലി ഒരു കരിയർ എന്താണെന്നുള്ളത് ഓൺ ഡിസൈഡ് ചെയ്യുന്നത് ആർട്ടിക്കൽഷിപ്പിലാണ്. ഓൻ ഏത് ലെവലിലേക്ക് പോകണം, ഏത് സ്പെഷ്യലൈസേഷനിലേക്ക് പോകണം, ഓൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആർട്ടിക്കൽഷിപ്പാണ്. ഇപ്പോഴത്തെ ഒരു 99% സ്റ്റുഡൻസ് എന്ത് ചെയ്തില്ല, ആർട്ടിക്കൽഷിപ്പ് തിരഞ്ഞെടുക്കുന്ന അറിയില്ല. കറക്റ്റ്. അവർ ഒരു ബിഗ് സിറ്റിയിൽ എടുക്കണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആർട്ടിക്കൽഷിപ്പ് ചെയ്യണോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ സാർ അതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണോ, നമ്മളെ കുട്ടികളോട് പറയാൻ പറ്റണോ? റൈറ്റ്. അത് നമ്മൾ പഠിക്കുന്ന സമയത്തും അന്നുകൊണ്ട് മിത്ത് ഇപ്പോഴും ഉണ്ടാകും മിത്ത്. നല്ല ബിഗ് സിറ്റീസിലാണ് നല്ല എക്സ്പോഷേഴ്സ് ഉണ്ടാവാം, നമ്മുടെ നാട്ടിൽ എക്സ്പോഷേഴ്സ് കുറവാണ്, അല്ലെങ്കിൽ നല്ല ബിഗ് ഫേംസിലാണ് എന്തുണ്ടാവാം വലിയ എക്സ്പോഷേഴ്സ് കിട്ടാം, നമ്മൾ ചെറിയ ഫേംസിൽ വന്നാൽ എക്സ്പോഷേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളത്. അന്നും ആ മിത്തുണ്ട്, ഇന്നും ആ മിത്തുണ്ട്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളൊരു ഇൻ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ നമ്മുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് ആ സമയം മുതലേ ഒരു പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഒരു ഇൻറ്റൻഷൻ. അൾട്ടിമേറ്റ്ലി പ്രാക്ടീസ്. കാരണം നമുക്ക് ഒരു ഒപ്പിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ. പ്രാക്ടീസ് ആണോ എംപ്ലോയ്മെൻ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കാമെന്ന് വിചാരിക്കാം. പ്രാക്ടീസ് ആണ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനും ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇപ്പം റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഗ് സിറ്റി എക്സ്പോഷർ കിട്ടും, അവിടെയാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം, ബാംഗ്ലൂരാണ്, അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിലാണ്, അല്ലെങ്കിൽ കാലിക്കറ്റാണ്, എന്നുള്ള ഹോം ടൗണിലാണ് എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ എവിടെ വർക്ക് ചെയ്യണം, ഞാൻ എവിടെ എൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യണം എന്നുള്ളത്. അത് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും നമ്മളെ കരിയർ എവിടെയാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ കാലിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒരിക്കലും ബാംഗ്ലൂർ പോയിട്ട് ആർട്ടിക്കൽഷിപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ ചെന്നൈയിൽ പോയിട്ട് ആർട്ടിക്കൽഷിപ്പ് ചെയ്യരുത്. കാരണം കാലിക്കറ്റിനൊരു ഇമോഷൻ ഉണ്ട്, ഇവിടുത്തെ ഇൻഡസ്ട്രി പ്രാക്ടീസ് ഉണ്ട്, ഇവിടുത്തെ ആളുകളുടെ ഒരു കസ്റ്റം ഉണ്ട്, കൾച്ചറുണ്ട്, ഒരു ബിഹേവിയറൽ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ, ഇതൊക്കെ പഠിച്ചെങ്കിലും നിങ്ങളുടെ അക്കാഡമിക് ക്വാളിറ്റീസിൻ്റെ അപ്പുറത്തേക്ക് ഈ ആളുകൾ അങ്ങനെ പെരുമാറുന്നതും കൂടെ ഇവിടുത്തെ ഒരു പ്രാക്ടീസ് മനസ്സിലാക്കിയെങ്കിൽ എന്താവുള്ളൂ, ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളൊരു ബിഗ് സിറ്റിയിൽ പോയിട്ട് അവിടുത്തെ ഒരു കൾച്ചർ പഠിച്ച് അവിടുത്തെ ഒരു പ്രാക്ടീസ് മനസ്സിലാക്കി തിരിച്ച് കാലിക്കറ്റ് വന്നിട്ട് ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവും. കാരണം ഇവിടെ എൻ്റയർലി പഠിച്ച കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും നമ്മൾ ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം തന്നെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമുക്ക് കാലിക്കറ്റിലും കൊച്ചിയിലും ബ്രാഞ്ചസ് ഉണ്ട്. കാലിക്കറ്റിലാണ് മെയിൻ ബ്രാഞ്ചെങ്കിലും ഈ കാലിക്കറ്റും കൊച്ചിയും തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ഒരു കൾച്ചറല്ല കൊച്ചിയിൽ. നമുക്ക് ഇവിടുത്തെ ആളുകളുടെ സ്വഭാവമല്ല, ഇവിടുത്തെ ക്ലയൻസിൻ്റെ സ്വഭാവമല്ല, ഇവിടുത്തെ ഒരു ബിഹേവിയർ അല്ല, ഒരു ഇൻട്രാക്ഷൻ അല്ല കൊച്ചിയിലേക്ക് പോകുന്ന സമയത്ത്, അവിടുത്തെ നേറ്റീവായിട്ടുള്ള ആളുകളെ വരുന്ന സമയത്ത്. ഇതുപോലെയല്ല നമ്മൾ ദുബായിൽ ചെയ്യുന്ന സമയത്തുള്ളത്. അപ്പോൾ അത് നമ്മളെ എവിടെ സ്റ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതിന് ആ രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ ആർട്ടിഫിഷ്യൻ്റെ ലൊക്കേഷനും ചൂസ് ചെയ്യുന്നതാണ് ലോങ് ടേം. കാരണം നമുക്ക് ഈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എന്താക്കുന്നത്. ആർട്ടിഫിഷ്യൽസിൻ്റെ സമയത്ത് നമ്മൾ ഏൺ ചെയ്യുന്ന എക്സ്പീരിയൻസും എക്സ്പോഷേഴ്സുമാണ് നമ്മൾ നാളെ നമ്മൾ കരിയറിൽ എന്തായി തീരുന്നില്ല ഡിഫൈൻ ചെയ്യുന്നത്. അത് ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കിട്ടി, എക്സ്പോഷർ കിട്ടി, പിന്നെ തിരിച്ച് രണ്ടാമത് റീവർക്ക് ചെയ്യാൻ കഴിയില്ല. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്. അവർ കേട്ട് മടുത്തിട്ടുണ്ട്. എപ്പോഴും ഞാനത് റിപ്പീറ്റ് ചെയ്യും. കാരണം പുതിയ ട്രെയിനീസ് വരുന്ന സമയത്ത് അവരെടുത്ത് റിപ്പീറ്റ് ചെയ്യുമ്പം ഓൾറെഡി 1 ഇയർ ആയ ആൾക്കാർ ഇത് വീണ്ടും കേൾക്കുന്നുണ്ടാവും. അതായത് എക്സാം ക്വാളിഫൈ ചെയ്ത് റിസൾട്ട് വന്ന് നിങ്ങൾ പാസ്സാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേക സൂപ്പർ പവർ ഒന്നും കിട്ടുന്നില്ല. റിസൾട്ട് വന്നു, CA ഫൈനൽ ക്വാളിഫൈഡ്, 2 ഗ്രൂപ്പ് പാസ്സായി, നിങ്ങൾക്ക് അയൺമാൻ്റെ ഒരു സ്യൂട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പൈഡർ ബൈറ്റ് കഴിച്ച പോലെ സൂപ്പർ ബൈറ്റോ കിട്ടിയതുപോലെ ഒരു സൂപ്പർ നാച്ചുറൽ പവറുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു ടിക്കറ്റ് കിട്ടുകയാണ്, നമുക്കൊരു എൻട്രി കിട്ടുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ എൻട്രി കിട്ടിയതിന് ശേഷം ഉദാഹരണത്തിന് നമ്മളൊരു ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയാണ്. ആ സെലക്ഷൻ കഴിഞ്ഞ് ആ സെലക്ഷൻ പാസ്സായി എന്ന് മാത്രമേ ആ ക്വാളിഫിക്കേഷനെ കൊണ്ട് എന്താക്കുന്നുള്ളൂ, റിസൾട്ട് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. ആ ടീമിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ടീമിൽ നിലനിൽക്കണമെങ്കിൽ, ആ ടീം നിങ്ങളെ കരിയർ ആ ടീമായിട്ട് നിങ്ങളെ കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ടീമിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ എന്താക്കണം, കീപ്പ് ഓൺ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ നമ്മളെ അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ 2 വർഷത്തെ 3 വർഷത്തെ എന്താണ്, ആർട്ടിക്കൽഷിപ്പാണ്. ആ ആർട്ടിക്കൽഷിപ്പാണ് മറ്റ് ഈ പ്രൊഫഷണലുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ACCയും CA കമ്പയർ ചെയ്യുമ്പോൾ തന്നെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ, CAക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആർട്ടിക്കൽഷിപ്പാണ്. ആ ആർട്ടിക്കൽഷിപ്പിൽ നിന്ന് അവർ റിഫൈൻ ചെയ്ത് വരുന്ന നോളജും
അത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്, എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. അത് മറ്റ് പ്രൊഫഷണലുകളിൽ നിന്ന് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾ CA പിന്നെ CSO ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ വേറിട്ട് നിർത്തുന്നതും ഈ ട്രെയിനിങ് പീരീഡ് ആണ്. ഇതിൻ്റെ ബ്യൂട്ടി തന്നെ ഈ ട്രെയിനിങ് പീരീഡ് ആണ്. ഇത് തന്നെയാണ് ഞാൻ ACCA പഠിക്കുന്ന സ്റ്റുഡൻസിനോടെയും CMA USA പഠിക്കുന്ന സ്റ്റുഡൻസിനോടെയും ഞാൻ പറയുന്ന ഒരു കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് ഇല്ലയെന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ മതി, ഒരിക്കലും അതെന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ആർട്ടിക്കിൾഷിപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം വെച്ചാൽ ഇപ്പോൾ CMA USA ഒരു വർഷമേ ഉള്ളൂ. കറക്റ്റ്. ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ഒരു CMA USA കുട്ടികൾ വാശി പിടിക്കും, എനിക്ക് CMA USA തന്നെ മതി എന്നുള്ളത്. അപ്പോൾ അല്ല, ഇതിപ്പോൾ മാറിയിട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു കമ്പനി സെലക്ട് ചെയ്യുന്നത് 23-24 വയസ്സുള്ള ആൾക്കാർ മാത്രമാണ് ഒരു കമ്പനി ഒരു എംപ്ലോയിന് എന്ത് ചെയ്യുള്ളൂ, എടുക്കുള്ളൂ. ഒരു 10 കൊല്ലം മുന്നേ ഒക്കെ. ഇപ്പം എന്ത് ചെയ്ത് പല കമ്പനി, ഇപ്പം നമ്മളെ കമ്പനിയിൽ തന്നെ 400-500 മേലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ മെജോറിറ്റി ആൾക്കാർ എന്ന് പറയുന്നത് ഒരു 50% ആൾക്കാരും 20, 21, 22 വയസ്സുള്ള കുട്ടികളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ജെൻസി എന്നെല്ലാം പറയുന്ന പോലെ ആ ഒരു കാലഘട്ടം എന്ത് ചെയ്യുന്നു, ഫുള്ളി മാറി. അപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ് CMA USA പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നു, CMA USA ക്വാളിഫൈഡ് ചെയ്യുന്നു. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫേമിൽ എന്ത് ചെയ്യുക, ഒരു ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുക. ഒരു അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 1 ഇയർ എങ്കിലും എന്ത് ചെയ്യുക, ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓനിക്കൊരു ഒരു ഇൻഡസ്ട്രി കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഒരു ആർട്ടിക്കിൾഷിപ്പ്. ഞാൻ മനസ്സിലാക്കിയത്, ഒരു ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് എന്ന് പറയുന്നതും ഇപ്പോൾ ഒരു 360 ഡിഗ്രിയാണ്. ഇപ്പോൾ ഒരു ബിസിനസ്, ഒരു ഫേം എന്ന് പറയുന്നത്, ഒരു ഓഡിറ്റിംഗ് ഫേം ആണെങ്കിൽ, ഒരു കമ്പനി, ഒരു ക്ലയൻറ്റ് ആണെങ്കിൽ ആ ക്ലയൻസിൻ്റെ ഒരു 360 ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഒരു ബിസിനസ് ക്ലാരിറ്റി എന്ത് ചെയ്യാൻ പറ്റും. ഇത് ഒരു ആർട്ടിക്കിൾ മിനിമം ഓനൊരു കരിയറിൽ ഒരു 10-20 ക്ലയൻസിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൻ ഇടപെടുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ 20ഓളം വെർട്ടിക്കൽസിൽ എങ്ങനെയാണ് ബിസിനസ് റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ ഫിനാൻഷ്യൽ റൺ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഓൻ്റെ കരിയർ എന്ത് ചെയ്യും, ഹൈ സ്പീഡിൽ റൺ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, ഓൻ്റെ പോകും. അത് ആ ട്രെയിനിങ് പീരീഡിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റും അതാണ്. ഈ ട്രെയിനിങ് പീരീഡ് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യലിൻ്റെ സമയത്ത് നമുക്കൊരു എക്സ്പോഷർ കിട്ടുമ്പോൾ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ 20 ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 20 ക്ലയൻറ്റും 20 ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ 20 നേച്ചറിലുള്ള സ്വഭാവത്തിലുള്ള ക്ലയൻറ്റുകളായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഓഡിറ്റ് വർക്ക് ആണെങ്കിൽ പോലും ആ ഓഡിറ്റ് വർക്ക് നമ്മൾ പഠിച്ച സ്കിൽ സെറ്റും ടെക്നിക്കൽ കംപ്ലയൻസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒബ്വിയസ്ലി അത് നമ്മൾ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ പുറമെ ആ ഇൻഡസ്ട്രി എങ്ങനെ റൺ ചെയ്യുന്നതും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ആ ലേണിംഗ് കൂടെ എന്ത് ചെയ്യണം, ആ സ്റ്റേജിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ അടുത്തൊക്കെ ആ ഒരു ഇത് കിട്ടുന്നില്ല. ലൈക്ക് എന്താ വെച്ചാൽ അവർ അത്രത്തോളം ഫോക്കസ്ഡ് അല്ല എന്നുള്ളതാണ്. അവർക്ക് മേ ബി നല്ല മെൻറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് ട്രെയിനിങ്ങിൽ. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണെന്നുള്ളൂ. മേ ബി നമുക്ക് പിന്നെ ഫാക്കൽറ്റീസ് തന്നെ ചിലപ്പോൾ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ചിലപ്പോൾ ഹൈദരാബാദിൽ നിന്നൊക്കെ വരുന്ന ഫാക്കൽറ്റീസിൻ്റെ ടൈമൊക്കെ എടുത്ത് അലോട്ട് ചെയ്ത് ഇന്നത്തെ അത്ര ലൈക്ക് ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു ലൈഫ് ജേണി ഉണ്ട്. മേ ബി ഇൻഡസ്ട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഫാക്കൽറ്റീസൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ലൈഫ് ജേണിയൊക്കെ നമുക്ക് എന്തായിട്ടുണ്ട്, ഒരുപാട് കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെൻറ്റേഴ്സ് ഉണ്ടാവണം എന്ന് പറയും. മെൻറ്റേഴ്സ് എല്ലായ്പ്പോഴും നമ്മളെപ്പോൾ കൂടെ ഉണ്ടായിക്കൊള്ളുന്ന ആളുകൾ തന്നെ ആയിക്കോളണമെന്നില്ല. നമ്മൾ ഫാക്കൽറ്റീസ് ആയിരിക്കാം, നമ്മൾ പ്രിൻസിപ്പൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പം നമ്മൾ അവരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്യുമ്പോൾ ഈ ഇൻഡസ്ട്രിയൽ നോളജ് അപ്ഡേഷൻ കൂടെ എന്താവണം. നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളും ഈ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് കാര്യങ്ങളും പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ ഇൻഡസ്ട്രി എങ്ങനെയാണ് റൺ ചെയ്യുന്നത്. അതിൽ ഒരു ഗോൾഡ് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ജ്വല്ലറി എങ്ങനെയാണ് വർക്ക് ആവുന്നത്, എന്താണ് ബുള്ളിയൻ, അത് എങ്ങനെയാണ് കൺവേർഷൻ വരുന്നത്, എന്താണ് മേക്കിംഗ്. ഇപ്പം ഒരു ജ്വല്ലറിൻ്റെ ഓഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മേക്കിംഗ് ചാർജ് എന്താണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജ്വല്ലറി ഗോൾഡ് എന്ന് പറയുന്ന സാധനം വാങ്ങുന്നതും വിൽക്കുന്നതും ഒരേ വിലക്കാണ്. ഇപ്പോൾ ഒരു ബോർഡർ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വാങ്ങി വില കൂട്ടി വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ. റേറ്റ് ഓൾറെഡി എന്താണ് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് നമ്മളെ സ്വർണം വേറെ സാധനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂട്ടി വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഇൻഡസ്ട്രി പഠിക്കുന്ന സമയത്ത് അപ്പം ഇത്രയും ജ്വല്ലറികളും കാര്യങ്ങളും എന്താവുന്നുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ ഗോൾഡിന് എത്രത്തോളം എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരേ വിൽക്കുന്നതും വാങ്ങുന്നതും ഒരേ റേറ്റാണ് ഒരു ദിവസം ഉണ്ടാവുക അല്ലേ. ചെറിയ നേരിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഗോൾഡിൻ്റെ പ്യൂരിറ്റി അനുസരിച്ച്. പക്ഷേ അപ്പോൾ ഇതിൽ ലാഭം എവിടുന്നാണ് വരുന്നത്, മനസ്സിലായോ? അപ്പം അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് അപ്പോൾ ഒരു ജ്വല്ലറി എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതിലെന്തൊക്കെ കോമ്പണൻസ് ഇൻക്ലൂഡഡ് ആണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻകം ജനറേഷൻ വരുന്നത്, അതിൻ്റെ ക്യാപിറ്റൽ എങ്ങനെയാണ് ഇൻഫ്യൂസ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഇതെങ്ങനെയാണ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത്,
അതില്ലേ ആ ഒരു സൈക്കിൾ എങ്ങനെയാണെന്നുള്ള കൂടെ മനസ്സിലാക്കണം. 9 to 5 അല്ല അതെ കറക്റ്റ്. നമ്മൾ നമ്പേഴ്സ് മാത്രം നോക്കി ബാലശ്ശേരി ടാലിയാക്കി അതിന്റെ അപ്പുറത്തേക്ക് അതല്ല അത് ചെയ്യാൻ ഇപ്പം ടെക്നോളജിക്ക് അഡ്വാൻസ്ഡ് ആയി. ഇപ്പൊ ഫുൾ ERPs വന്നു, AI ബേസ്ഡ് ERPs കൂടെ വന്നു കഴിഞ്ഞാൽ ബാലശ്ശേരി ചെയ്യാനും കംപ്ലൈൻസ് ഒക്കെ അത് ആ പ്രോസസ്സ് മൊത്തം ടെക്നോളജി അങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് ഇവൻ മിസ്സിംഗ് ആയ ഒരു എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നടന്നാൽ പോലും അത് അടക്കം ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ചെയ്യുന്നത് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് ഒരു 9 to 5 അല്ല അവരെ ജോലി. കാരണം അത് അവർ പഠിച്ച സാധനങ്ങളും ആ സാധനം അവർക്ക് എത്ര രൂപ സാലറി കിട്ടണം എന്ന് പറയുന്നില്ല, അവർക്ക് എത്ര ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്. അത് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികൾ കൂടുതലും ആർട്ടിക്കിൾഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല. ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ വരുമ്പോൾ അവർ പലപ്പോഴും കമ്പയർ ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫീസിന്റെ ഗ്ലാമർ സാധനങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അമ്യൂണിറ്റി സാധനങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് സിറ്റീസിലൊക്കെ പോയിട്ട് അവിടുത്തെ ലൈഫ് എൻജോയ്മെന്റ്. പക്ഷെ ഈ ആർട്ടിക്കിൾഷിപ്പ് ആണ് ആക്ച്വലി എന്താവുന്നത് നമ്മുടെ കരിയർ സെറ്റ് ആവുന്നത് ഡിഫൈൻ ചെയ്യുന്ന നോക്കി. അപ്പോൾ അത് അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ കാണും. നമ്മളിപ്പോൾ വേറെ ഡിഗ്രി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോളേജിൽ പോയിട്ട് ഒരു 3 year ഒക്കെ എന്താവുന്നുണ്ട് പഠിക്കുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ CA CS പ്രൊഫഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടുന്നില്ല. ആ കണ്ടിന്യൂസ് ലേണിംഗ് ഇല്ല. നമ്മൾ എക്സാം ക്വാളിഫൈ ആവാനുള്ള നമുക്ക് ആ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടാനുള്ള സാധനങ്ങൾ അക്കാഡമിക്സ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ഒരു കോളേജിൽ പോകുമ്പോൾ കിട്ടുന്ന പല സാധനങ്ങളും എന്താവുന്നില്ല, നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പല എക്സ്ട്രാ കരിക്കുലർ സ്കിൽ സെറ്റും ഉണ്ട്, ക്വാളിറ്റീസ് ഉണ്ട്, അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഈ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റുഡൻസിന് കിട്ടുന്ന ഏറ്റവും വലിയ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഇത് ഈ കോഴ്സിൻ്റെ ഒക്കെ ബ്യൂട്ടി എന്ന് പറയുന്നതും ഈ ട്രെയിനിങ് പീരീഡ് ആണ്. അത് മാൻഡേറ്ററി ഉള്ളത് കൊണ്ടാണ് എന്താകുന്നത് ഈ കോഴ്സിന് ഇത്ര റെലവൻസ് ഉള്ളതും വാല്യൂ ഉള്ളതും റെപ്യൂട്ടേഷൻ ഉള്ളതൊക്കെ ഈ ആർട്ടിക്കിൾഷിപ്പ് ഇതിന്റെ ബാക്ക് ബോൺ ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിൽ പഠിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവുന്ന ഇൻഡസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ആ എക്സ്പെക്ടേഷൻ വരുന്നത് ഈ ആർട്ടിക്കിൾഷിപ്പിന്റെ വലിയ പ്രാധാന്യമാണ്. അത് വൃത്തിക്ക് ചെയ്യണം. അത് ആ ഒരു പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ എപ്പോഴും കുട്ടികളെടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ 2 വർഷം 3 വർഷം നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടൂല. വൺസ് നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ട്രെയിനിങ്ങിന് പോകില്ല. ഞാനിപ്പം ക്വാളിഫൈ ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി എന്താക്കാം ആർട്ടിക്കിൾഷിപ്പിന് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തായി നമ്മൾ എടുത്തുന്ന സൊസൈറ്റിയും ഇൻഡസ്ട്രിയും മറ്റു ഫ്രട്ടേണിറ്റിയിലെ ആളുകളൊക്കെ എക്സ്പെക്ടേഷൻ തന്നെ ഹൈ ആയി. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങൾ പിന്നെ എവിടെയാണ് പ്രാക്ടീസ് ചെയ്തതെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കുമോ? നിങ്ങൾ ഇല്ലല്ലോ. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അയാളെ ബോർഡിലുള്ള സാധനങ്ങൾ നമുക്കതൊന്നും ബോധേടല്ല. ഡോക്ടറെ അടുത്ത് എന്തുണ്ട്, നമ്മൾ സാധനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൽ താഴേക്ക് ഡോക്ടർ പോകില്ല എന്നുള്ളതാണ് എന്തുള്ളത്. അത് അവരുടെ പിന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഫഷൻ. ജനങ്ങൾ ഓണ്ടർപ്രണേഴ്സ് ബിസിനസ് എല്ലാവരും എന്താക്കുന്നുണ്ട്, നമ്മളെടുത്തുന്നൊരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ മിനിമം എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും. അപ്പം ഇതിനൊക്കെ നമ്മളെ പാകപ്പെടുത്തുന്നത് ഈ ട്രെയിനിങ് പീരീഡാണ്. ഈ ട്രെയിനിങ് പീരീഡിൽ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇത് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ജോലിയാണെന്നുള്ള ഒരു 1% പോലും മനസ്സിലേക്ക് വരും. അത് നമുക്കൊരു എന്താ പറയാ, നമ്മളൊരു സാലറി അല്ല, കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള. അതുകൊണ്ടാണ് ഒരു മിനിമം നമ്മൾ ഒരു ലൈഫ് കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും ബേർ മിനിമം. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ഇത് മിനിമം ആക്കി വെക്കുന്നത്. കാരണം ഇതെന്തല്ല, ജോലിയല്ല. ഇത് ഈ സമയം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. ഇതാണ് എന്താണ് ആക്ച്വലി നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എക്സ്പോഷർ കിട്ടുക എന്നാണ് എല്ലാവരും പറയാം. ഈ എക്സ്പോഷർ എല്ലായിടത്തും ഉണ്ട്. നമ്മളത് നമ്മളെ എക്സ്പോസ്ഡ് ആണോ എന്നുള്ളതാണ്. നമ്മളെ എക്സ്പോഷർ എടുക്കാൻ നമ്മൾ റെഡി ആണോ എന്നുള്ളതാണ്. അപ്പം പഠിക്കാൻ റെഡി ആണോ എന്നുള്ളതാണ്. ആ പഠിക്കാനുള്ളൊരു ഇൻറ്റൻഷനും ആ ഒരു ഏർജും നമ്മുടെ ഉള്ളിൽ ഈ ആർട്ടിഫിഷ്യൽ പീരീഡും എപ്പോഴും 100% എപ്പോഴും മൈൻഡിൽ. ഇപ്പം ആ വർക്ക് ഞാൻ പഠിച്ചില്ല, അപ്പം എനിക്കത് പഠിക്കണം. ഈ വർക്ക് ഞാൻ പഠിച്ചില്ല, ഇത് ഞാൻ പഠിക്കണം. ഈ 2 വർഷം കൊണ്ട് ഫുൾ വർക്കൊന്നും പഠിക്കാൻ കഴിയില്ല. എല്ലാം ഒന്ന് പഠിച്ച് തീർക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു ടൈം അത്രയും വിനിയോഗിക്കണം. അത് നമ്മൾ വെറുതെ ഈ 2 വർഷം കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താവില്ല, അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. അപ്പോൾ മാക്സിമം ആ ഒരു പീരീഡിനകത്ത് മാക്സിമം പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യത്തോളം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ചോദിച്ച് വാങ്ങിയും അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചോ പഠിക്കാൻ സമയം കണ്ടെത്താന്നില്ല. സാർ അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ എഴുതി, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, ആർട്ടിക്കിൾഷിപ്പ് വരുത്തി, ഇനി ഫൈനൽ ഹ്യൂജ് ഫൈനൽ. അപ്പോൾ ഈ ഫൈനൽ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ബുക്സ് 8ഓളം സബ്ജക്ട്സ് ഉണ്ടാവും, അല്ല ഇപ്പം മാറി 6ഓളം സബ്ജക്ട്സ് ഉണ്ട്.
ഇപ്പം ഇൻ്റർമീഡിയറ്റിനാണ് CMA ആണെങ്കിൽ 8 സബ്ജക്ട്സ് ഉണ്ട് ഫൈനലിന്. അപ്പോൾ ഈ ബുക്സിലുള്ള നോളേജും ഡെഫിനറ്റ്ലി നമുക്കുണ്ടാവും, ആർട്ടിക്കിൾഷിപ്പിലുള്ള നോളേജും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ്. അതല്ലാണ്ട് വേറെ എന്തൊക്കെ, കാരണം ഫൈനൽ ക്വാളിഫൈഡ് ചെയ്യുന്നതോടുകൂടി നമ്മളെന്തായി ക്വാളിഫൈഡ് ആയി. ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ ACCA അല്ലെങ്കിൽ CS വട്ടവർ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് പോയിട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കിൾഷിപ്പ് സ്ഥലത്ത് പോയിട്ട് ട്രെയിനിങ് ചെയ്യാൻ നിൽക്കാനോ ഒരാൾ അണ്ടറിൽ നിൽക്കാനോ എന്ത് ചെയ്യില്ല, നമ്മൾ ഈഗോ സമ്മതിക്കൂല. അപ്പോൾ നമ്മുടെ അടുത്ത് പല സംഭവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, പല ഇൻഡസ്ട്രികളും നമ്മുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരു 100% ഫുൾഫിൽ ചെയ്യാം? ഏതൊക്കെ ഇത് കൂടാണ്ട് ഏതൊക്കെ നോളേജുകളാണ് നമ്മളൊരു സിലബസ് CMA നോളജ് മാത്രമല്ലാണ്ട് വേറെ എന്തൊക്കെ ടെക്നിക്കൽ സ്കില്ലാണ് നമ്മൾ നേടേണ്ടത്? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഒന്ന് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് നോർമലി ബുക്സിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഈ ട്രെയിനിങ് പീരീഡിൽ നിന്നും കിട്ടുന്ന എക്സ്പോഷേഴ്സും എക്സ്പീരിയൻസും അക്കാഡമിക് നോളജിൻ്റെ അപ്പുറത്തേക്ക് കുറേ സ്കിൽ സെറ്റും കൂടെ നമുക്ക് അഡീഷണൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പ്രാക്ടീസ് ആണെങ്കിലും എംപ്ലോയ്മെൻറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ ആ സ്കിൽ സെറ്റും കൂടെ കോമ്പൗണ്ട് ചെയ്യുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ, നമുക്ക് ഗ്രോത്തും അതുപോലെ പെട്ടെന്ന് സക്സസ്സും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നന്നാവും. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജുകളിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിട്ടുന്ന ഒരു അഡീഷണൽ സ്കിൽ സെറ്റ് ഉണ്ട്. നമുക്ക് നമ്മൾ ആ ഇൻട്രാക്റ്റീവ് സ്കിൽ സെറ്റും കാര്യങ്ങളും, നമുക്ക് കൾച്ചറൽ കാര്യങ്ങളും, ഒരു പ്രോഗ്രാം ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട് ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം അത്തരം ഒരു എക്സ്പോഷർ ഈ നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നില്ല, ഈ എസ്പെഷ്യലി ഈ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഞാനടക്കം വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പം ഈ ഒരു ആളുകളാണ് കൂടുതൽ കാണാനുണ്ടാവാം. ഒരുപാട് ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ അധികം സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള, കുറച്ച് ഉൾവലിച്ചിൽ കൂടുതൽ. കാരണം നമ്മൾ കൂടുതലും ഈ റൂംസിലിരുന്ന് പഠിക്കുന്ന സമയം കൂടുതലായിരിക്കും അല്ലേ, പുറത്തേക്കുള്ള വെളിച്ചത്തിലേക്കുള്ള സമയം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറച്ച് ഒതുങ്ങിക്കൂടുന്ന ഒരു മെൻറ്റാലിറ്റിയും ഈ ആർട്ടിക്കിൾഷിപ്പിൻ്റെ സമയത്ത് കുട്ടികൾ വരുന്ന സമയത്താണെങ്കിലും കാണാറുണ്ട്. അപ്പം നമ്മൾ എക്സ്ട്രോവേർട്ട് ആയേ പറ്റൂ. നിലനിൽക്കണമെങ്കിലും കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, പ്രസൻറ്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. നമ്മൾ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ റീച്ച് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. ഒരു മാനേജർ ലെവലാണെങ്കിൽ തന്നെ ഒരു മിനിമം ഒരു മാനേജർ ലെവലാണെങ്കിൽ പോലും എന്തുണ്ടാവും, നമ്മളെ കീഴിലൊരു ടീം ഉണ്ടാവും. ആ ടീമിനെ നമ്മൾ മാനേജ് ചെയ്യാനുണ്ടാവും. അപ്പം ആ മാനേജർ സ്കിൽ സെറ്റും അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടതും, നമ്മൾ മറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും കമ്പനി ഓണേഴ്സിൻ്റെ അടുത്താണ് സംസാരിക്കേണ്ടതെങ്കിലും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ക്ലയൻസിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനാണെങ്കിലും അത് നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടൂല. അത് നമ്മളെ തന്നെ എന്താക്കണം, പഠിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം നമ്മൾ ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ട്രെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും GMCs എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ നമ്മുടെ സിക്കാസ ഓർഗനൈസേഷൻസ് കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും പോവാറില്ല, കുറച്ച് ആളുകൾ മാത്രം പോകും. അപ്പോൾ അത് നമ്മൾ വളണ്ടറിലി തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. നമ്മളൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാഹചര്യങ്ങൾ ചുറ്റും ഉണ്ടാവും. നല്ല ജിമ്മുണ്ടാവും, തൊട്ടടുത്തുണ്ടാവും. ഡയറ്റ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാം, ഡയറ്റീഷ്യൻ ഉണ്ടാവും. വീട്ടിൽ നല്ല ഭക്ഷണം പാകം ചെയ്ത് തരാൻ നമ്മളെ ഉമ്മമാരുണ്ടാവും, അല്ല അമ്മമാരുണ്ടാവും. അതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ വാങ്ങി തരാൻ പാരൻസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് ബോഡിയാവും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും? ഇല്ലല്ലോ. നമ്മൾ തീരുമാനിച്ച് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളണ്ടറിലി ലീഡർഷിപ്പ് എടുത്ത് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല പെയിൻഫുൾ, പ്രത്യേകിച്ച് ഒരു എന്നെപ്പോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്കൊക്കെ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലൊന്നും കരിക്കുലം ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിനോ അന്ന് ലീവ് എടുക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ല, അന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അന്ന് ആ ഇൻട്രാക്ഷനിൽ പോകാതിരുന്നത് കൊണ്ടോ കൾച്ചറൽ ആക്ടിവിറ്റീസിലുള്ള ലീവ് എടുത്തതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അനുഭവിക്കുന്നത്. നമുക്കൊരാളടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഇൻട്രാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ സമയം എടുത്തു ഒരുപാട്. ഇപ്പം കാണുന്ന ഒരു മിനിമം ലെവലിലേക്കെങ്കിലും എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ടും ടൈമും എടുത്തതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡിലേക്കെങ്കിലും എത്തിയത്. ഇതും ഒന്നും അല്ല, നല്ല ബോധ്യമുണ്ട്. ഇനിയും നമുക്ക് ഇനിയും അത് ചെയ്തുകൊണ്ടിരിക്കണം, റിപ്പീറ്റഡ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട്. നമ്മളൊരു പൊസിഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെഫിനറ്റ്ലി. അപ്പോൾ അതിന് കുറേ ബാക്കി കാര്യങ്ങൾ, ഈ ക്വാളിഫിക്കേഷൻ അല്ലാണ്ട് സാർ ഫസ്റ്റ് പറഞ്ഞ സാധനമാണ്, ഇതൊരു ക്വാളിഫൈഡ് ചെയ്ത പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടില്ല. ആ സൂപ്പർ പവർ വരണമെങ്കിൽ കുറേ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവണം. അതൊക്കെ ഒന്നൊരു ക്ലയൻസിനൊക്കെ പോകുമ്പോൾ ക്ലാരിറ്റി ക്ലയൻസിന് കൊടുക്കാൻ പറ്റും.
അല്ലാണ്ട് ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഇതാണ് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ, ഇതാണ് നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം 10 ലക്ഷം രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ 15, അത് എന്തുകൊണ്ട് 15 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷത്തിലേക്ക് മാറി? അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണോ, നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ക്ലയൻസിനോട് എന്ത് ചെയ്യാൻ പറ്റണോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കോസ്റ്റിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പോവാണെങ്കിൽ കമ്പനി പൂട്ടെ, അതൊന്നും എന്ത് ചെയ്യില്ല. ഈ പറഞ്ഞ അഡീഷണൽ ഈ സംഭവം ഒന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റൂല. ഈ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് കംപ്ലയൻസ്, സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും. ഈ സെക്ഷൻ ഇങ്ങനെ ആയിരിക്കും, ലോ ഇങ്ങനെ ആയിരിക്കും, റൂൾ ഇങ്ങനെ ആയിരിക്കും, കുറേ കാര്യങ്ങൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അത് ഇതൊക്കെ നമ്മൾ പഠിച്ച് അതൊക്കെ ആവശ്യമുള്ള തന്നെയാണ്, 100% ഒക്കെ ഫോളോ ചെയ്യേണ്ടതാണ്, അതൊക്കെ തന്നെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആൾക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, സെക്ഷൻസ് അറിയേണ്ട ആവശ്യമില്ല, പിന്നെ അതിന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ട സൊല്യൂഷനാണ് 100% ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുക. പിന്നെ നമ്മൾ അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് നല്ല അവരുടെ ഇൻഡസ്ട്രിയിൽ അവർ ചെയ്യുന്ന ആ ബിസിനസ്സിൽ അവർക്ക് നല്ല നോളജ് ഉണ്ടാവും, അതുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അതെ, ആ ഇൻഡസ്ട്രീനെ പറ്റിയും അതിന്റെ ബിസിനസിനെ പറ്റിയും അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളും അതിന്റെ നോളജ് അവർക്ക് ഇപ്പൊ സ്കൂളിൽ പോകാത്ത ആളാണെങ്കിൽ പോലും ആൾക്കത് ഉണ്ടാവും. നമ്മളെടുത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്കൊരു കറേജ് കൊടുക്കാൻ പറ്റും, ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. മേ ബി അവർ ഡിസിഷൻ ഞാനൊക്കെ എപ്പോഴും ഫേസ് ചെയ്യുന്നതാണ്. മീറ്റിങ്ങിലേക്ക് അഡ്വൈസിനും കാര്യങ്ങളൊക്കെ വരും, പ്രോബ്ലം അവർ പറയും, സൊല്യൂഷനും അവർ തന്നെ പറയും. മനസ്സിലായി, പലപ്പോഴും മെജോറിറ്റി സാധനങ്ങളിലും സൊല്യൂഷൻ അവർ തന്നെയുണ്ട്. അപ്പൊ നമ്മളെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത സൊല്യൂഷൻ ഒന്ന് വെറ്റ് ചെയ്യാം. അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ട്, പെർഫെക്ഷനിലേക്ക് എത്തിക്കുക, അതൊന്ന് ട്യൂൺ ചെയ്യാൻ, ഒന്ന് സ്ട്രക്ചർ ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയൊരു ഫൈൻ ട്യൂൺ ചെയ്യാനേ ഉണ്ടാവുള്ളൂ പല സമയങ്ങളിലും. അപ്പം അത് ഇപ്പം ഞാൻ നേരത്തെ ഈ ക്വാളിഫിക്കേഷൻ കാര്യം പറഞ്ഞപ്പോഴും എനിക്കറിയാം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്, എൻ്റെ ഫ്രണ്ട്സോ കാര്യങ്ങളോ എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്നെക്കാട്ടിലും ഒരുപാട് നോളജും ഇൻ്റലിജൻസും അക്കാഡമിക് നോളജൊക്കെ ഉള്ള ആളുകളുണ്ട്. പലപ്പോഴും ഈ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത, മനസ്സിലായില്ല, അവർ ഈ കംപ്ലയൻസിൻ്റെ ഉള്ളിലും അതുപോലെ ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടന്നുകൊണ്ട് ഈ ക്ലയന്റിന്റെ നീഡ് മനസ്സിലാക്കാതെ, അവർക്ക് ആവശ്യം ഈ കംപ്ലൈൻസ് കാര്യങ്ങളല്ല, അവർക്കൊരു മേ ബി ഒരു ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കും ചിലപ്പോൾ. ആ ഇമോഷൻ ഇൻ ദ സെൻസ് ലൈക്ക് അവരെടുത്ത തീരുമാനം കറക്റ്റാണ് എന്ന് നമ്മളെ ഭാഗത്ത് നിന്ന് വെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫാക്ട് ബേസ്ഡ്, ഒരു നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വാലിഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ എക്സാജുറേറ്റഡ് കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അത് എക്സാജുറേഷൻ ആണ്, അല്ലെ അങ്ങനെ റെഡിയാവില്ല എന്നുള്ള കാര്യം. അത് പറയാൻ പറ്റണമെങ്കിൽ അതിനൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം, മനസ്സിലായില്ലേ? ആ കോൺഫിഡൻസ് നമുക്ക് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ധൈര്യം നമ്മൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. നമ്മളത്തരം തീരുമാനങ്ങൾ എടുക്കാൻ, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കി കൊണ്ടുവരണം. അത് നമുക്ക് കുറച്ചൊരു ഇമോഷണൽ ഇന്റലിജൻസും സാധനമൊക്കെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇല്ലാത്തത്, ഞാൻ കോളേജിൽ പോകാത്തൊരു കാര്യമായിട്ട് പറയല്ല, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് പറയാണ്, അത് കുറവാണ്. ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കുറവാണ്. പലപ്പോഴും ഒരു ശരിയായ തീരുമാനം എടുക്കുന്നത് അവർക്ക് തന്നെ ഉറപ്പില്ല. നമുക്കൊരു കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ നമുക്ക് വേറെ ആൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റണം. ആ കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പം ഏർലി സ്റ്റേജിൽ, ഇപ്പം എനിക്കിപ്പം ഏർലി സ്റ്റേജിലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പഠിക്കുന്ന കുട്ടികളടുത്ത് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ക്വാളിറ്റീസ് ഒക്കെ കൊണ്ടുവരണം. ഇതൊക്കെ ട്രെയിൻ ചെയ്യണം. നിങ്ങൾക്ക് അതിന് നമ്മൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് സ്ക്രീൻ ടൈം ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അത് വൈസായിട്ട് ഉപയോഗിക്കാം. സ്ക്രീൻ ടൈം കുറയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്ക്രീൻ ടൈം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. പോഡ്കാസ്റ്റുകൾ കാണാം, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിട്ടുള്ള. ഇനി അപ്പോൾ ഞാനൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. തീരുന്നില്ല. കാരണം അത്രത്തോളം കാര്യങ്ങൾ ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലും നമ്മുടെ രാജ്യത്തും പുറത്തും വിദേശത്തൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഡെയിലി നടക്കണം. ഇപ്പൊ ഇന്നലെ ഒരു സാധനം കാണാൻ വിചാരിച്ച് കണ്ടില്ലെങ്കിൽ ഇന്നാകുമ്പോൾ അതും പോയി ഇന്ന് വേറെ സാധനം വന്നിട്ടുണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ അത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ ഡെയിലി സെക്കൻഡ് വെച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ്സും കാര്യങ്ങളും. അപ്പോൾ അതന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം സ്പെൻഡ് ചെയ്യാൻ മാത്രം ഉണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറച്ചിട്ട്, ഇപ്പം ഈ വീഡിയോ ഇപ്പോൾ ഒരു കുട്ടി കാണുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇതിപ്പോ മേ ബി നമ്മൾ സംസാരിച്ചു തുടങ്ങി ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. ഈ 20 മിനിറ്റ്സ് അയാൾ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ഇതിന് ലിസൺ ചെയ്യാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. തീർച്ചയായും അല്ലേ? അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻപുട്ട് എൻ്റെ കരിയറിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും കിട്ടും എന്നുള്ളൊരു ചിന്ത അയാളുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കണം അയാൾ ഇപ്പോൾ ഈ 20 മിനിറ്റ്സോളം മേ ബി ആയിട്ടുണ്ടാവും, അതിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം ഇതുപോലത്തെ ഹൺഡ്രഡ്സ് ഓഫ് പോഡ്കാസ്റ്റുകളും
അതുപോലെ നിരന്തരം ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ ചാറ്റുകളും ടോക്ക് ഷോസും ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടാവും. അതൊക്കെ ഫോളോ ചെയ്യാം, അവരൊക്കെ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്, എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് അറിയാതെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നമ്പേഴ്സും ബാലൻഷീറ്റ് ടാലിയാക്കലും പരിപാടികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജി ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഹ്യൂമനൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയന്റെ ഇമ്പോർട്ടൻസ്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ വാട്സപ്പ് എന്നാണ് എല്ലാവരുടെയും ധാരണ. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ കാറ്റലിസ്റ്റിൽ പഠിക്കുന്ന ഫസ്റ്റ് ക്ലാസ് തുടങ്ങി വിത്തിൻ 1 month തൊട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ലിങ്ക്ഡിൻ. എന്ത് ചെയ്യും, ട്രെയിനിങ് എല്ലാ കുട്ടിയും കൊടുക്കും. ലിങ്ക്ഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കാരണം എല്ലാ കുട്ടികളും വിളിച്ചിട്ട് വലിയൊരു ഹാളിൽ 1000-ഓളം വരുന്ന കുട്ടികളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഹാളിൽ എന്ത് ചെയ്യും, ലിങ്ക്ഡിൻ്റെ ക്ലാസ് എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് കൊടുക്കും. എല്ലാ കുട്ടികളെ കൊണ്ട് ലിങ്ക്ഡിൻ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് അതിൽ തന്നെ ഒരു 20-25% ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ലിങ്ക്ഡിൻ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയി. കാരണം ഒരു 75% സ്റ്റുഡൻസിനും ബോധമില്ല, ഇഗ്നോർ ചെയ്ത്. പക്ഷേ 25 സ്റ്റുഡൻസ് എന്ത് ചെയ്തു, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇടുമ്പോൾ അത് റീപോസ്റ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ലൈക്സ് കമന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, കുട്ടികൾ ചെയ്യുന്നു. കുട്ടികളൊക്കെ സെറ്റായിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പം നമുക്ക് ഉറപ്പാ ഈ കുട്ടികളൊക്കെ ജോബ് കിട്ടണമെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ സ്കിൽ നിർബന്ധം. അവർക്ക് ബേസിക് ടാലി ആണെങ്കിലും എക്സൽ ആണെങ്കിലും SAP ആണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ എല്ലാ സെന്ററിലും 200-250 സിസ്റ്റം ലാബ്, കാരണം ഒരു CA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തില്ല, ലാബ് ഉണ്ടാവില്ല. ഞങ്ങൾ 250-ഓളം കമ്പ്യൂട്ടേഴ്സ് സെറ്റ് ചെയ്തിട്ട് എന്താക്കി, ലാബ് ഉണ്ടാക്കി ഫ്രീ ആയിട്ട് കുട്ടിക്ക് കൊടുത്ത്. കുട്ടിക്ക് വേണ്ട, കുട്ടികൾക്ക് അതിന് ബോധമാണ്. നമ്മൾ പറയണം, എടാ നീ പൈസ ഇല്ല, നീ ഫ്രീ, നീ അത് പഠിക്കുക, അത് പഠിച്ചാൽ എനിക്ക് ആർട്ടിക്കൽഷിപ്പിന് പോകുമ്പോൾ നിനക്കത് യൂസ്ഫുൾ. ഞാൻ പോകുമ്പോൾ ഒരു കമ്പ്യൂട്ടർ തന്ന് നിന്നെ ഇരിച്ചിട്ട് ടാലി ഓണാക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ലെങ്കിൽ നീ ഇന്റർ ക്വാളിഫൈഡ് അല്ലേ, അത് ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് തരാം, പഠിപ്പിച്ചുതരാം, ഫീസ് വേണ്ട, ഇതാണ് സംഭവം നടത്താനും. അതിലും എന്ത് ചെയ്യും, ഒരു 25-30% കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, അതിൽ അറ്റൻഡ് ചെയ്യണം. ഭയങ്കര സങ്കടം. സ്പോക്കൺ ഇംഗ്ലീഷിൽ ക്ലാസ് കൊടുക്കും, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും ഫ്രീ. അത് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് പേടിയാണ്. കാരണം വെച്ചാൽ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് എൻട്രി അടിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കോ, കുട്ടികൾ ആരും വരില്ല. എന്നുവെച്ചാൽ 4 ബാച്ച് എന്ത് ചെയ്യും, മുറിച്ചിട്ട് ഒരു ബാച്ചാക്കി മാറ്റും. അത്ര കുട്ടികളെ വരുള്ളൂ. കാരണം കുട്ടികൾക്ക് പേടിയാ. 25% കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, രക്ഷപ്പെടുള്ളൂ. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവർ മറ്റു ഈ 75% കുട്ടികളും പാസ്സാവുന്നുണ്ടോ, പക്ഷെ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു ക്ലാരിറ്റി കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഐഡിയ ഇല്ല. ഇവർ എല്ലാത്തിനും എന്ത് ചെയ്യാണ്, പിന്മാറിയിട്ടാണ് എന്ത് ചെയ്യുക. അതായത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ സ്കിൽ സെറ്റ്, ഇപ്പം നിങ്ങൾ പറഞ്ഞ സ്കിൽ സെറ്റ്, ഇപ്പോൾ ഒരു സിസ്റ്റം ഓൺ ആക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, ഒരു ക്ലയന്റിനെ ഫേസ് ചെയ്യാൻ അറിയുക, ആ സ്കിൽ സെറ്റ് ആ സമയത്തേക്ക് ഏൺ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു ആർട്ടിക്കൽഷിപ്പ് തുടങ്ങുന്ന സമയത്താണ് ഒരു ഫസ്റ്റ് എക്സ്പോഷർ കിട്ടുന്നത്, അത് പ്രാക്ടിക്കലി എക്സ്പോസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. അവിടെ തന്നെ ഒരു ഫസ്റ്റ് നെഗറ്റീവ് അടിക്കും. അത് ചെയ്യാം, കാരണം ഒരു ഇന്റർ ക്വാളിഫൈ ചെയ്ത് വന്നിട്ട് ഇപ്പൊ നമുക്കൊരു ഈഗോ ഉണ്ടാവും, ഞാൻ സാധനം പാസ്സായി ഒരു ഉണ്ടാവില്ല, അത് ആ ഈഗോ ഫസ്റ്റ് അങ്ങോട്ട് ഹേർട്ട് ആവും. ചിലപ്പോൾ ഒരു 10, 30, 40 പിന്നെ സ്റ്റാഫുള്ള ഒരു ചെറിയ ഫേം ആണെങ്കിൽ പോലും അവിടെ ഈ ഒരു സ്റ്റുഡന്റ് വന്നിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വന്ന ആൾക്ക് സിസ്റ്റം ഓൺ ആക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല എന്ന് പറയുമ്പോൾ അവരെ എനർജി അവിടെ തീർന്ന് പിന്നെ ആ ഒരു സാധനം ബിൽഡ് ചെയ്തെടുക്കാൻ പിന്നെ അവർ ശ്രമിക്കൂല, അവരെന്താവില്ല, മുന്നോട്ട് വരൂല. പിന്നെ അവർ ആ ഒരു സ്ട്രഗിളിൽ കിടന്നിട്ട് അത് എങ്ങനെയെങ്കിലും ഇത് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്കാവും, സമയം തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ ആ ഒരു ഓറിയന്റേഷൻ കുട്ടികൾക്ക് കിട്ടണം. ആർട്ടിക്കൽഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് പോലെ തന്നെ ഈ സ്കിൽ സെറ്റ് ഒക്കെ നിർബന്ധമാണ്. ആളുകളോട് സംസാരിക്കാൻ പറ്റാതെ നമ്മളിത് ക്വാളിഫൈഡ് എന്ത് കാര്യമുള്ളത്, നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമോ? അല്ല, ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റണം. ക്വാളിഫൈ ചെയ്ത് സംസാരിക്കാൻ പറ്റണം, ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, നല്ല ലാംഗ്വേജ് ഉണ്ടാവണം. ഇപ്പോൾ നമുക്ക് ടെക്നോളജി, എല്ലാത്തിനും ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ഒരു ChatGPT ഉണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനാണെങ്കിലും എന്തൊരു റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ChatGPT നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് സിംപ്ലിഫൈ ചെയ്ത്. പക്ഷെ അത് നമ്മൾ അത്തരം ടൂളുകൾ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ടൂളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്, നമ്മൾ അതിന് ഡിപ്പെൻഡൻ്റ് ആവാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു ഔട്ട്പുട്ട് ഒരു ChatGPT ഔട്ട്പുട്ട് തന്ന ഒരു മെയിലിൻ്റെ റിപ്ലൈ സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ തന്നു കഴിഞ്ഞാൽ പോലും അത് വാലിഡേറ്റ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് നമുക്ക് വേണം. തീർച്ചയായിട്ടും ആ സ്കിൽ സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള സാധനം പോലും, ടെക്നോളജി ഇങ്ങനെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഓരോ സ്റ്റേജിൽ വരുന്ന ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഡോപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം എഫക്റ്റീവായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പ്രോസസ്സ് എത്രത്തോളം സ്മൂത്ത് ആൻഡ് ചെയ്യാൻ പറ്റും, ഈസി ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ആ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ലേൺ ചെയ്യണം.
ടെക്നോളജി ലേൺ ചെയ്യണം, നമ്മളെ സ്കിൽ സെറ്റ് വേണം. ഇതുണ്ടെങ്കിലേ ഇനി ഈ സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അന്ന് പണ്ട് ഒരു 10-15 വർഷം മുന്നേ കാണുന്നുണ്ടെങ്കിൽ ഒരു CA ഉണ്ടെങ്കിൽ എന്താണ്, ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ ഗുഡ്, എന്തായാലും ഒരു പിന്നെ ആവശ്യമുണ്ട്. ഇപ്പോഴും വേക്കൻസിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഹൈലി കോമ്പിറ്റൻസ് ആയിട്ട് ആളുകൾക്ക് മാത്രമേ. ഒരു 20 ഇന്റർവ്യൂ ഇപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു, എന്റെ കമ്പനിയിലേക്ക് 20-30 CA വന്നിട്ടാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അതെ, കാരണം വെച്ചാൽ ആ 30 ആളിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. പക്ഷെ ഇതിൽ ഞാൻ കണ്ട ഒരു ബെനിഫിറ്റ് തന്നെ, ഇപ്പൊ ഒരു PG കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ 20, 25, 15 ആ ഗ്യാപ്പിൽ എന്തായാലും കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ CMA ക്വാളിഫൈഡ് ആൾക്ക് മിനിമം പാക്കേജ് 60,000-70,000 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഹ്യൂജ്. അത് റെസ്പോൺസിബിലിറ്റി. ഒരു 70,000-75,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി വരുമ്പോൾ നിങ്ങളുടെ മിനിമം സാധനം എക്സ്പെക്ട് ചെയ്യും, മിനിമം ടീം ഉണ്ടോ, മിനിമം എക്സ്പെക്ട് ചെയ്യും ഒരു സാധനങ്ങൾ ചെയ്യണമെന്നില്ല. പിന്നെ ഇപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അതുപോലെ ഈ നമ്മളിപ്പം ഈ പ്രൊഫഷണലി പഠിക്കുന്ന സ്കൂൾ പ്രാക്ടീസിന് ട്യൂഷന്റെ സമയത്തൊക്കെ നമ്മളെ ടീച്ചേഴ്സും നമ്മളെ മെന്റേഴ്സും ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ കൈ പിടിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്പൂൺ ഫീഡ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിൽ നമ്മൾ എന്താ വരുത്, അത് നമ്മൾ ഉൾക്കൊണ്ടതിന് ശേഷം നമ്മളെ സ്കിൽ സെറ്റ് നമ്മൾ മറന്നു വരുത്. കാരണം നമ്മൾ ഇത് ആർട്ടിഫിഷ്യൽ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് ആരും കൈ പിടിക്കാൻ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ മെന്റേഴ്സിനാണെന്നുണ്ടെങ്കിലും നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്വയം ഡെവലപ്പ് ആവാൻ ശ്രമിക്കണം. നമ്മൾ എപ്പോഴും ഒരു ഡിപ്പെൻഡൻ്റ് ആയി നിന്നുകൊണ്ടിരുന്നാൽ എന്താവില്ല, നമുക്ക് ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ എന്താക്കണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. നമ്മളങ്ങനെ ക്വാളിഫൈഡ് ആയി, ഒപ്പിന്റെ വില ലക്ഷങ്ങളായി. ഓക്കെ, സാറ് മാത്രമല്ല കേട്ടോ, കുറെ ആളുകൾ ഒപ്പിന്റെ വില എന്ത് ചെയ്തു, ലക്ഷങ്ങളായി, ഫൈനലി ക്വാളിഫൈഡ് ആയിരുന്നു. പിന്നെ ആളുകൾക്കുള്ള ഒരു ഏറ്റവും വലിയ ഡൗട്ടാണ്, പാസ്സായി, ഇനി ഫസ്റ്റ് ഒരു 1-2 മന്ത് സെലിബ്രേഷൻ ആയിരിക്കും, കേക്ക് കട്ട് ചെയ്യുന്ന അനുമോദനം, അങ്ങനത്തെ ഫുൾ സെലിബ്രേഷൻ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകള്, നമ്മൾ ഹൈപ്പിലെത്തി, ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്യുന്നു, നമ്മളെത്തി. ഇനി അടുത്ത ചോദ്യം, എംപ്ലോയബിലിറ്റി എടുക്കണോ, പ്രാക്ടീസ് എടുക്കണോ? എംപ്ലോയബിലിറ്റി ചലഞ്ചസ് എന്താണ്, പ്രാക്ടീസിന്റെ ചലഞ്ചസ് എന്താണ്? ആസ് എ ജനറൽ ആയിട്ട് നമ്മളെ എന്ന് വെച്ചാൽ ഒരു സാർ ഇപ്പം ക്വാളിഫൈഡ് ചെയ്തിട്ട് ആ ജേണി സാർ 15 വർഷത്തെ ആയിട്ടുണ്ടാവും സാറിൻ്റെ ജേണി. ഇപ്പോഴുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ 2008, 2007 ജനിച്ച കുട്ടികളാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഈ ഫൈനൽ അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു എംപ്ലോയബിലിറ്റിൻ്റെ കാര്യം, പ്രസന്റ് സിറ്റുവേഷൻ, എംപ്ലോയബിലിറ്റി ആൻഡ് പ്രാക്ടീസ്? അതിൽ ഈ ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അൺലിമിറ്റഡ് സ്കോപ്പാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കരിയർ സെറ്റ് ചെയ്യാൻ പറ്റും. എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിലും. ഇനി പ്രാക്ടീസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചാൽ പ്രാക്ടീസിനുള്ള അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള അത്രയും വെർട്ടിക്കൽസ് ഉണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും. എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് തന്നെ ഇഷ്ടം പോലെ പൊസിഷൻസ് ഉണ്ട് അല്ലേ. അപ്പം ഇതൊക്കെ സിംഗിൾ ക്വാളിഫിക്കേഷനാണ്. ഇപ്പം നമ്മളൊരു ഡോക്ടർ ആയിട്ടുള്ള ആൾ വേറൊരു വെർട്ടിക്കലിലേക്ക് പോകണമെങ്കിൽ ആൾ വേറെ പ്രൊഫഷൻ എന്താക്കണം, പഠിക്കണം അല്ലേ. ഇപ്പോൾ ഓരോ കാറ്റഗറി പഠിച്ചെങ്കിൽ എന്താവുള്ളൂ, അഡീഷണൽ ക്വാളിഫിക്കേഷൻ എടുത്ത ഓരോ സെഗ്മെന്റിലേക്ക് പോകുന്നുണ്ടാവും. ഫിനാൻസ് എല്ലാ മേഖലയിലുണ്ട്. അതെ, പക്ഷെ നമുക്ക് ഈ ഒരു പ്രൊഫഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാസ്സായി കഴിഞ്ഞാൽ, ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം ഏത് വെർട്ടിക്കൽ വേണമെങ്കിലും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് വേണോ പ്രാക്ടീസ് വേണോ എന്നുള്ള തീരുമാനം നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എടുക്കണം. ഓക്കെ, ആർട്ടിക്കിൾഷിപ്പ് ജോയിൻ ചെയ്യുന്നത് മുതൽ നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഇനീഷ്യൽ 2 or 3 years ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ എക്സ്പോഷർ കിട്ടാനും പഠിക്കാനുള്ള സമയമാണ്. അത് അങ്ങനെ തന്നെ മൈൻഡ് സെറ്റ് ചെയ്യാം. അതും നിങ്ങളെ ലോങ് ടേം വിഷനായിട്ടുള്ള പ്രാക്ടീസ് ആണോ എംപ്ലോയ്മെൻ്റ് ആണോ എന്നുള്ള കാര്യത്തിലേക്ക് മാറുന്ന രീതിയിൽ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നതാണെങ്കിലും ഫേമിൻ്റെ നേച്ചർ ചൂസ് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ ആ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾഷിപ്പ് മുതലാണ്. നമ്മൾ പ്രാക്ടീസ് ആണെങ്കിലും എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ശരി, നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കരിയറിന് ഒരു 3 സെഗ്മെൻ്റ് ആയിട്ട് തിരിക്കാൻ പറ്റും. നമുക്കത് വിസിബിൾ ആണ്. അപ്പോൾ ഓൾറെഡി ചെയ്ത ആളുകളാണെങ്കിലും ശരി, എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ ഒരു കരിയർ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏർലി സ്റ്റേജ് ഓഫ് കരിയറിൽ നമ്മൾ മാക്സിമം എക്സ്പോഷർ നേടാൻ ശ്രമിക്കുക. മാക്സിമം എക്സ്പോഷർ ഇൻ ദ സെൻസ് മാക്സിമം ലേൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം കൂടുതൽ ലേൺ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കോർ സ്കിൽ സെറ്റ് എന്താണെന്നുള്ളത് ഇങ്ങനെ ഡെവലപ്പായി വരും. ഒരു 5 year കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ, കുറേ എക്സ്പോഷർ കിട്ടിയല്ലോ. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ഏതാണ്, എത്ര കണ്ടന്റ് എന്താണ്, നമുക്ക് അത് കിട്ടും ഒരു ഏർലി സ്റ്റേജ് കഴിയുമ്പോൾ. പിന്നെ ഒരു മിഡ് സ്റ്റേജ് ഓഫ് കരിയറിൽ ആ ഐഡൻറ്റിഫൈ ചെയ്തതിനെ സ്പെഷ്യലൈസ് ചെയ്യാം. മനസ്സിലായി, അടുത്തൊരു സ്റ്റേജ് അതാണ്. ആ സ്റ്റേജിൽ ആ സ്പെഷ്യലൈസേഷൻ കൂടുതൽ
നമ്മൾ പിന്നെ അതിനെപ്പറ്റി മാത്രം സ്പെഷ്യൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞത് ഇത് ഒരുപാട് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സാധനത്തിൽ എല്ലാം നമുക്ക് പോയി കൈവെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഇതിലൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കിയെടുക്കാം, അതിൽ നമുക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കാം, ഒരു പേര് ഉണ്ടാക്കിയെടുക്കാം, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാം, ഇൻഡസ്ട്രിയിൽ ഒരു റിലവൻസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അടുത്തൊരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഈ ഒരു പ്രൊഫഷനെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫും പിന്നെ അതിൽ നിന്നാണ് നമ്മൾ എന്താവുന്നത്, പിന്നെ നമ്മൾ ഗ്രോ ചെയ്ത് നമ്മുടെ ലൈഫിനോട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റഗ്രേഷൻ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ നമ്മൾ പിന്നെ നീഡ് ഹൈറാർക്കി പറയുമ്പോൾ നമ്മളൊരു സെൽഫ് എസ്റ്റീം ലാസ്റ്റ് വരുന്നൊരു ഹൈറാർക്കി ഉണ്ടല്ലോ, ഹൈറാർക്കിയിലെ ലാസ്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്തും നമ്മൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ നീഡ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ലൈഫായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും എന്താവും, ഡിസാറ്റിസ്ഫാക്ഷൻ വരും. അപ്പോൾ ഈ ഒരു 3 സ്റ്റേജ് ഉണ്ട് എന്നുള്ളതും ഈ 3 സ്റ്റേജ് എന്ന രീതിയിൽ തന്നെ എന്താക്കാം, ഏർലി സ്റ്റേജിലെ കരിയർ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. സാർ അതേപോലെ തന്നെ ഇപ്പം ക്വാളിഫൈഡ് കുറേ ആളുകൾ അബ്രോഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകാൻ ഇൻറ്റൻഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? റൈറ്റ്. അപ്പം ആ ട്രെൻഡ് എപ്പോഴും ഉണ്ട്. നമ്മൾ പ്രൊഫഷനിൽ മാത്രമല്ല, നമുക്ക് പുറത്ത് നോക്കിയാൽ മനസ്സിലാവും എല്ലാ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിലും എന്തുണ്ട്, അബ്രോഡ് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, എസ്പെഷ്യലി ഇപ്പം യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ. നമ്മുടെ ഒരു പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അബ്രോഡ് പോവാതെ തന്നെ, വിസ എടുക്കാതെ തന്നെ, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു ഫോറിൻ കൺട്രി വിസിറ്റ് ചെയ്യാതെ നമുക്ക് അബ്രോഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്ര ഓപ്പർച്യൂണിറ്റി എന്തുണ്ട്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ടെക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിപ്പം വിർച്വൽ CFO ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ കമ്പനീസിൻ്റെ വിർച്വൽ CFO ആയിട്ട് ഫോറിൻ കമ്പനീസ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ബാക്ക് ഓഫീസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് അത്രയുണ്ട്. എന്ത് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി. എന്നുവെച്ചാൽ ഒരു വെർച്വൽ CFO ആവണം അത്രയും മുകളിൽ ആ നോളേജ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി നമുക്ക് ഉണ്ടാവണം. അത് വേണം. എന്ന് വെച്ചാൽ നമ്മളൊരു വിർച്വൽ CFO, ഫ്രാക്ഷണൽ CFO എന്നൊക്കെ പറയും. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള കമ്പനിക്ക് ഒരു ഫുൾ ടൈം CFO അഡോപ്റ്റ് ചെയ്യാൻ പറ്റിക്കോണം, അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അതൊരു കോസ്റ്റ് നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് സാലറി 75,000 CA കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 year എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ആളുടെ സാലറി എത്രയായിരിക്കും? ഒരു ഏർലി സ്റ്റേജിൽ ഒരു സ്റ്റാർട്ടപ്പിന് ഒരു CFO അല്ലെങ്കിൽ ഒരു CFO മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പം ഒരു ഫ്രാക്ഷണൽ CFO നോക്കും, അല്ലെങ്കിൽ ഒരു വിർച്വൽ CFO നോക്കും. അപ്പോൾ അത് അത്രയും ഓപ്പർച്യൂണിറ്റി അവിടെ ട്രെൻഡ് ആവാണ്. അപ്പോൾ എല്ലാവരും ഇതിപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇന്ത്യയിലുള്ള നമ്മൾ കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ മാത്രമല്ല, ഇപ്പോൾ പുറത്തുള്ള കമ്പനികളാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് സർവീസുകൾ കൊടുക്കാനും കാരണം ടെക് അത്രത്തോളം അഡ്വാൻസ്ഡ് ആയി. പക്ഷെ ആ ടെക് നമ്മൾ പഠിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യൂസ് ചെയ്യാൻ പഠിക്കണം, അഡാപ്റ്റ് ചെയ്യണം. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ആ സ്കിൽ സെറ്റ് നമുക്ക് ഉണ്ടാവണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പുറത്ത് പോയിട്ട് നമുക്ക് ഇവിടുന്ന് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. ചിലപ്പോൾ ലാംഗ്വേജ് പഠിക്കണം, അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞിരിക്കണം, ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം, മെയിൽ ചെയ്യാൻ പറ്റണം. അതിന് ആ ടെക്നിക്ക് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പുറത്തുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ അവർ 100% ടെക് ഡ്രിവൺ ആയിരിക്കും. ഒരു എൻ്റയർ പ്രോസസ്സ് ചെക്ക് ഔട്ട് മുതൽ ഫുൾ ഓട്ടോമേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഫുൾ ടെക്കിലായിരിക്കും, ERP-യിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ബാലൻസ് ടാലിയാക്കും, ഞാൻ CA ഫൈനലിൽ ഫസ്റ്റ് റാങ്ക് ആണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അവർക്കത് ആവശ്യമില്ല. നിങ്ങൾ എത്ര റാങ്ക് ഉണ്ടോ, നിങ്ങൾ എത്രാമത്തെ അറ്റംപ്റ്റ് ആണെന്ന് ആരും ചോദിക്കുന്നില്ല. നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി തീർച്ചയായും ആരും നോക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ അപ് ടു എൻഡ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ സംസാരിച്ച് നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഓൾ ഓവറിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ സംസാരിച്ചെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷന് പുറമെ ഈ ഒരു കാലഘട്ടത്തിൽ ക്വാളിഫിക്കേഷന് പുറമെ അവർ നേടിയെടുക്കേണ്ട എന്തെല്ലാം ഫുൾ നമുക്ക് ക്ലിയർ ആണ്. അതേപോലെ തന്നെ അവരൊരു എംപ്ലോയബിലിറ്റിയിലേക്ക് പോകണം, പ്രാക്ടീസിലേക്ക് പോകണം, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഫുള്ള് കാണുന്ന ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ക്ലാരിറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത്തരം സ്റ്റുഡന്റിന് നാളത്തെ ഫ്യൂച്ചറിലേക്ക് ആവശ്യമാണ് സമയം കണ്ടെത്താനും തീർച്ചയായും ഡെവലപ്പ് ചെയ്യാനും. ഒരു വെർച്വൽ CFO അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ CFO ലെവലൊക്കെ എത്തണമെങ്കിൽ അത്രയും നോളജും വേണം, അത്രയും ക്ലാരിറ്റി എന്ത് ചെയ്യണം, നമുക്ക് ആ ബിസിനസിനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചും എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു സർ.